അൽത്താഫേ എടാ ഒരു ടേണിംഗ് പോയിന്റ് ഇന്റർവ്യൂ വേണം. ബാലാജി ശർമ്മ എന്ന നടൻ ഒരു സീൻ കാണിച്ച് നമ്മളെ ബോധിപ്പിക്കേണ്ടതില്ല നിങ്ങൾ എത്ര നല്ല ആക്ടറാണ്. സെലിബ്രിറ്റി ഇമേജിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ ജീവിച്ചിട്ടില്ല. ഈ പ്രൊഫഷനേ എന്ന് പറഞ്ഞ് കുടുംബം മറന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്കത് പറ്റില്ല. നെഗറ്റീവ് റെസ്പോൺസ് വരുമ്പോൾ സാർ പ്രതികരിക്കാറുണ്ട്. അത് ജസ്റ്റ് തള്ളിക്കളയുക, ഇഗ്നോറാണ് ഏറ്റവും വലിയ. എനിക്ക് മമ്മൂക്കയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എനിക്ക് വേറൊരാൾക്ക് കിട്ടുന്ന ഒരു ഇത് കിട്ടണം, ഫെസിലിറ്റി കിട്ടണം ഞാൻ ആഗ്രഹിക്കുന്നതിന് മണ്ടത്തിനാണ്. ഈ IFFKയിലെ എനിക്കൊരു സിനിമ നമ്മുടെ വരിക എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹം. എനിക്ക് തോന്നുന്നു ഒഴിമുറി കണ്ടിട്ട് തന്നെയാണ് എന്നിലെ ആക്ടറെ സിനിമയിലെ വലിയ വലിയ സംവിധായകർ അവരുടെ സിനിമയിൽ ക്ഷണിച്ചിട്ടുണ്ട്. സിനിമയിലേക്ക് ഏത് രീതിയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കടന്നു വരാം? ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കാലഘട്ടം. അപ്പം നമുക്ക് അഭിനയം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നിട്ട് സർ നന്നായിട്ട് അഭിനയിക്കും സർ കുറ്റപ്പറ്റ ദേഷ്യം ഇന്ന് കാണിക്കാൻ പറ്റുമോ? ഒരു ഷോർട്ട് ഫിലിം എടുത്തു കഴിഞ്ഞാൽ അത് ഹിറ്റായി കഴിഞ്ഞാൽ സിനിമയിലാണ്. നിങ്ങളെടുത്ത കുറേ സിനിമകളെടുത്ത് നോക്കിയോ, അത് റീൽസിലൂടെ അവരുടെ കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. ഇന്നാണ് സിനിമയിൽ വരാൻ ഏറ്റവും എളുപ്പം. 23 വർഷം കൊണ്ട് നമ്മൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പം നമ്മളിപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ട്, നമ്മളിപ്പോഴും ജീവിക്കുന്നു. ഞാനൊരു കാര്യം മാത്രം മനസ്സിലാക്കിയിട്ടുള്ളത് സിനിമകളിൽ ആരുടെയും കണ്ണീര് വിടാൻ പാടില്ല.